ഇതൊരുപാട് ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിരിക്കും. നിങ്ങൾ പ്രഗ്നൻ്റ് ആകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിലോ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന ഒരാളാണെങ്കിലോ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നിങ്ങളുടെ കുഞ്ഞ് എത്ര ഗ്രോ ആയി, എങ്ങനെയൊക്കെയാണ് ഗ്രോ ചെയ്യുന്നത്, ഏതൊക്കെ ഓർഗാൻസ് ഇപ്പോൾ ഫോം ആയിട്ടുണ്ടായിരിക്കും, അതൊക്കെ മനസ്സിലാകത്തുള്ളൂ. വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങളിൽ ആരെങ്കിലും നമ്മുടെ ഈ ചാനലിലോട്ട് ആദ്യമായിട്ടാണ് വന്നിട്ടുള്ളതെങ്കിൽ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ജെനി. നിങ്ങൾ നമ്മുടെ ചാനലിൽ ഷെയർ ചെയ്തിരിക്കുന്ന വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണ്, യൂസ്ഫുൾ ആവുകയാണ് എങ്കിൽ നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടപ്പുറത്തുള്ള ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഒന്ന് സെലക്ട് ചെയ്ത് വെക്കാനായിട്ട് നിങ്ങൾ ആരും മറക്കരുത്. അപ്പോൾ ഇനിയും ഒട്ടും തന്നെ ഡിലേ ഇല്ലാതെ വേഗം വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ പ്രഗ്നൻസിയുടെ ഫസ്റ്റ് മന്ത് തൊട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. പ്രഗ്നൻസിയുടെ ഫസ്റ്റ് മന്തിൽ നിങ്ങളുടെ കുഞ്ഞിൻ്റെ സൈസ് 1/4 ഇഞ്ച് ആയിരിക്കും. അതായത് ഒരു കുഞ്ഞ് അരിമണിയുടെ അത്രയുമേ നിങ്ങളുടെ കുഞ്ഞിൻ്റെ സൈസ് കാണത്തുള്ളൂ. ആദ്യത്തെ മാസം തന്നെ നിങ്ങളുടെ കുഞ്ഞിൻ്റെ സ്പൈനൽ കോഡ് ഫോം ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും, ഡൈജസ്റ്റീവ് സിസ്റ്റം ഫോം ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും, ഹേർട്ടും ഫോം ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. പ്രഗ്നൻസിയുടെ 2ാം മാസം ഡെഫിനറ്റ്ലി നിങ്ങളുടെ കുഞ്ഞിൻ്റെ സൈസ് കുറച്ചുകൂടി വലുതായിട്ടുണ്ടാകും. കുഞ്ഞിൻ്റെ സൈസ് ഏകദേശം 7 തൊട്ട് 14 മില്ലിമീറ്റർ ലോങ് ആയിട്ടുണ്ടാകും. അതായത് സൈസ് കൂടിയിട്ടുണ്ട്. ഹേർട്ട് ബീറ്റ് ഈ ടൈം വന്നിട്ടുണ്ടാകും. കുഞ്ഞിൻ്റെ കണ്ണ്, മൂക്ക്, ചെവി ഒക്കെ ഫോം ആകാൻ സ്റ്റാർട്ട് ചെയ്യും. പ്രഗ്നൻസിയുടെ 3ാം മാസം നിങ്ങളുടെ കുഞ്ഞിൻ്റെ സൈസ് 2.5 തൊട്ട് 3 ഇഞ്ച് വരെ ആയിട്ടുണ്ടാകും. വെയിറ്റ് ഏകദേശം 1/2 തൊട്ട് 1 പൗണ്ട് വരെ എത്തിയിട്ടുണ്ടാകും. ഏകദേശം കുഞ്ഞിൻ്റെ എല്ലാ ഓർഗൻസും പ്രഗ്നൻസിയുടെ 3ാം മാസം കഴിയുമ്പോഴത്തേക്ക് ഫോം ആകും. സോനോഗ്രഫിയിൽ കുഞ്ഞിനെ ഒരു ബേബി പോലെ തന്നെ കാണാൻ സ്റ്റാർട്ട് ചെയ്യും. പ്രഗ്നൻസിയുടെ 4ാം മാസം നിങ്ങളുടെ കുഞ്ഞിൻ്റെ സൈസ് ഏകദേശം 6.5 തൊട്ട് 7 ഇഞ്ച് വരെ എത്തിയിട്ടുണ്ടാകും. പ്രഗ്നൻസിയുടെ 4ാം മാസം ഒരുപാട് റിഫ്ലെക്സസ് കുഞ്ഞ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. അതായത് സക്ക് ചെയ്യും, സ്വാളോ ചെയ്യും, കൈ കുടിക്കും. ഇതൊക്കെ ചിലപ്പോൾ സോനോഗ്രഫിയിൽ കാണാനും സാധിക്കും. എന്ത് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും അല്ലേ? ഈ റിഫ്ലെക്സ് ഒക്കെ 4ാം മാസം ആകുമ്പോഴത്തേക്ക് ഡെവലപ്പ് ആകും. കുഞ്ഞിൻ്റെ ടോസും ഫിംഗേഴ്സും ഒക്കെ ഈ ഒരു സമയത്ത് ഡെവലപ്പ് ആകാൻ സ്റ്റാർട്ട് ചെയ്യും. ഈ ഒരു ടൈമിൽ സ്വെറ്റ് ഗ്ലാൻഡ്സും ഫോം ആകാൻ സ്റ്റാർട്ട് ചെയ്യും. പിന്നെ ഈ ഒരു സമയത്ത് കുഞ്ഞിൻ്റെ ടൂത്ത് ബഡ്സും ഫോം ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. പ്രഗ്നൻസിയുടെ 5ാം മാസത്തിന്റെ ലാസ്റ്റ് ഒക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ കുഞ്ഞിന്റെ മൂവ്മെന്റ്സ് ഫീൽ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. പ്രഗ്നൻസിയുടെ 5ാം മാസം ആകുമ്പോഴത്തേക്ക് നിങ്ങളുടെ കുഞ്ഞിന്റെ സൈസ് ഏകദേശം 8 തൊട്ട് 10 ഇഞ്ച് വരെ ആയിട്ടുണ്ടാകും. കുഞ്ഞിന്റെ വെയിറ്റ് 1 പൗണ്ടിൽ കൂടുതൽ ആയിട്ടുണ്ടാകും. കുഞ്ഞിന്റെ എല്ലാ ഓർഗൻസും മെച്ചുർ ആകാൻ സ്റ്റാർട്ട് ചെയ്യും. കുഞ്ഞിന്റെ തലമുടി ഡെവലപ്പ് ആകാൻ സ്റ്റാർട്ട് ആകും. പ്രഗ്നൻസിയുടെ 6th മന്തിൽ നിങ്ങളുടെ കുഞ്ഞിന്റെ വെയിറ്റ് 1.5 തൊട്ട് 2 പൗണ്ടിൽ കൂടുതൽ ആയിട്ടുണ്ടാകും. നിങ്ങളുടെ കുഞ്ഞ് ഏകദേശം 11 തൊട്ട് 14 ഇഞ്ച് സൈസിന്റെ ആയിട്ടുണ്ടാകും. കുഞ്ഞിന്റെ ഐലിഡ്സ് ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യും. കുറച്ച് സമയത്തേക്ക് കുഞ്ഞ് അതിന്റെ ഐസ് തുറക്കുകയും അടയ്ക്കുകയും ചെയ്യാനും സ്റ്റാർട്ട് ചെയ്യും. ഈ 6ാം മാസമാണ് കുഞ്ഞ് ഹിക്കപ്സ് ചെയ്യാനും സ്റ്റാർട്ട് ചെയ്യുന്നത്. കുഞ്ഞിന്റെ മേലിൽ ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ ഡെവലപ്പ് ആകാനും സ്റ്റാർട്ട് ചെയ്യും. അതിനെയാണ് വെർണിക്സ് കസ്യൂസ് എന്ന് പറയുന്നത്. പ്രഗ്നൻസിയുടെ 7th മന്തിൽ നിങ്ങളുടെ കുഞ്ഞ് ഏകദേശം 14 തൊട്ട് 16 ഇഞ്ച് സൈസ് ആയിട്ടുണ്ടാകും. വെയിറ്റ് 2 തൊട്ട് 2.5 പൗണ്ടിന്റെ ഇടയ്ക്ക് എത്തിയിട്ടുണ്ടാകും. കുഞ്ഞിന്റെ എല്ലാ ഓർഗൻസും മെച്ചുർ ആകും. കുഞ്ഞിന്റെ സ്കിൻ റെഡ് കളറിന്റെ ആകും. അതിൽ റിങ്കിൾസ് വരാനും സ്റ്റാർട്ട് ചെയ്യും. കുഞ്ഞിന്റെ ടേസ്റ്റ് ബഡ്സും 7th മന്ത് ഒക്കെ ആകുമ്പോഴത്തേക്ക് ഡെവലപ്പ് ആകും. പ്രഗ്നൻസിയുടെ 8ാം മാസം നിങ്ങളുടെ കുഞ്ഞിന്റെ സൈസ് ഏകദേശം 17 തൊട്ട് 18 ഇഞ്ച് ആയിട്ടുണ്ടാകും. കുഞ്ഞിന്റെ വെയിറ്റും ഒരുപാട് സ്പീഡിൽ കൂടാൻ സ്റ്റാർട്ട് ആകും. ഏകദേശം 3 പൗണ്ടിന്റെ അടുത്ത് എത്തിയിട്ടുണ്ടാകും. കുഞ്ഞിന്റെ എല്ലാ ഓർഗൻസും ഒന്നുകൂടെ സ്പീഡിൽ ഗ്രോ ആകാനും മെച്ചുർ ആകാനും സ്റ്റാർട്ട് ചെയ്യും. കുഞ്ഞിന്റെ നഖങ്ങൾ എല്ലാം ഈ ഒരു ടൈമിൽ ഗ്രോ ആയിട്ടുണ്ടാകും. ഈ ഒരു സമയത്ത് കുഞ്ഞിന്റെ കിഡ്നീസ് മെച്ചുർ ആകും. മൂവ്മെന്റ്സ് ഒരുപാട് സ്ട്രോങ് ആകും. പ്രഗ്നൻസിയുടെ 9ാം മാസം, അതായത് ലാസ്റ്റ് മാസം, നിങ്ങളുടെ കുഞ്ഞിന്റെ സൈസ് ഏകദേശം 19 തൊട്ട് 20 ഇഞ്ചിന്റെ ആയിട്ടുണ്ടാകും. 9ാം മാസം കുഞ്ഞിന്റെ വെയിറ്റ് 2.5 തൊട്ട് 3 കിലോ വരെ എത്തിയിട്ടുണ്ടാകും. ഈ ഒരു സമയം ആകുമ്പോഴത്തേക്ക് എല്ലാ ഓർഗൻസും മെച്ചുർ ആകും. ലങ്സ് മെച്ചുർ ആകും. ലങ്സിന്റെ മെച്ചുറേഷൻ 34 ആഴ്ചയിൽ നടക്കും. ഫങ്ഷൻസ് എല്ലാം പ്രോപ്പർ ആയിട്ട് നടക്കാൻ 37 ആഴ്ചയാകുമ്പോൾ സാധിക്കും. 9ാം മാസത്തിന്റെ ആദ്യമേ കുഞ്ഞുണ്ടായാൽ പോലും അത് പ്രീ ടേം ഡെലിവറി ആയിട്ട് കൺസിഡർ ചെയ്യാറില്ല. അതിനെ നമ്മൾ ടേം ബേബി ആയിട്ട് തന്നെയാണ് ചിലപ്പോൾ കൺസിഡർ ചെയ്യപ്പെടുന്നത്. ഈ ഒരു ടൈമിൽ കുഞ്ഞിന്റെ സ്കിൻ കളർ പിങ്ക് ആയിട്ടായിരിക്കും കാണപ്പെടുന്നത്. കുഞ്ഞ് താഴോട്ട് ഇറങ്ങി വരാൻ 9th മന്ത് ആകുമ്പോൾ സ്റ്റാർട്ട് ആകും. ഈ ഒരു സമയം മദറിൽ നോർമൽ ഡെലിവറിയെ പെനിട്രേറ്റ് ചെയ്യാനുള്ള എല്ലാ ചേഞ്ചസും സ്റ്റാർട്ട് ആകും.
മൂവ്മെന്റ്സ് നേരത്തെ അപേക്ഷിച്ച് കുറച്ച് കുറയാൻ സാധ്യതയുണ്ട്. എന്നാലും അത് നോർമൽ തന്നെയാണ്. 9ാം മാസം ആകുമ്പോഴത്തേക്ക് കുഞ്ഞ് ഈ അറ്റ്മോസ്ഫിയറിലോട്ട് വരാനായിട്ട് തയ്യാറെടുത്ത് കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു 5 മിനിറ്റുള്ള വീഡിയോയിലൂടെ നിങ്ങളുടെ കുഞ്ഞ് 1ാം മാസം തൊട്ട് 9ാം മാസം വരെ എങ്ങനെയൊക്കെയാണ് ഗ്രോ ആകുന്നത്, ഏതൊക്കെ മാസങ്ങളിലാണ് ഏതൊക്കെ ഓർഗൻസ് ആണ് ഗ്രോ ആകുന്നത്, എങ്ങനെയാണ് ഗ്രോ ആകുന്നത്, സൈസ് എത്രയായിട്ടുണ്ടാകും, എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയി എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ഒരു വീഡിയോ റിലേറ്റഡോ വേറെ ഏതെങ്കിലും ഒരു ടോപ്പിക് റിലേറ്റഡോ ഇനിയും നിങ്ങളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടോ മറ്റ് കൺഫ്യൂഷൻസോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമന്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്.